കൃഷി ഞാനൊരു 5-6 വർഷമായി ഈ കോഴി ഫീൽഡിൽ വന്നിട്ട് ചെയ്യുന്നു. ലാഭകരമാണ്. ഇത് ബാച്ച് വാടകയൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തതാണ്. ഒരു കോഴി ഇട്ട് പിടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ബാച്ചായിട്ട് അവർക്ക് ഇത്ര പൈസ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ലാഭകരമാണ്. ലാഭകരമായ രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ 7000 കോഴി ഫാമാണ്. 7000 കോഴീൻ്റെ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി 1-2 ഫാമുകൾ അന്വേഷിക്കുന്നുണ്ട്. ഒരു 10,000 കൂടി കിട്ടുകയാണെങ്കിൽ അത് അന്വേഷിക്കുന്നുണ്ട്. അത് വയനാട്ടിൽ എവിടെയാണെങ്കിലും അത് നമ്മൾ എടുക്കാൻ തയ്യാറാണ്. സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഇരിട്ടി, കോഴിക്കോട്, അങ്ങനെ വയനാട്ടിൽ ഒരുവിധം സ്ഥലത്തൊക്കെ സപ്ലൈ ഉണ്ട്. സപ്ലൈ വണ്ടി വന്ന് കൊണ്ടുപോവുകയാണ്. തീറ്റക്രമം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 5-6-7 ദിവസം നമുക്കൊരു പ്രീ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ തീറ്റ വരും. അതിനുശേഷം ഒരു 10-20-25 ദിവസം നമുക്ക് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ തീറ്റയാണ്. അതിനുശേഷം നമ്മൾ ഫിനിഷർ കൊടുക്കുക. ഫിനിഷർ കൊടുക്കുമ്പോഴാണ് ഒരു 27 ആണ് കോഴി പെട്ടെന്ന് അതിന് വലിപ്പം വരുന്നത്. ഫിനിഷർ കൊടുക്കുമ്പോൾ ഓരോ സ്റ്റേജിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ചെറുതും അങ്ങനെ മുമ്പോട്ട് പോകണം. ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴി കുഞ്ഞ് വന്ന് പിറ്റേ ദിവസം തന്നെ ആന്റിബയോട്ടിക് കൊടുക്കും. അതൊരു 3 ദിവസം ആണ് നമ്മൾ കൊടുക്കുക. ആന്റിബയോട്ടിക് നിർബന്ധമാണ്. പിന്നെ അതിനുശേഷം നമ്മളൊരു വാക്സിൻ കൊടുക്കുന്നുണ്ട്. ഒരു 7 ദിവസം, ഒരു 14 ദിവസം 2 വാക്സിനുകൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ തന്നെ അതിന് വാക്സിൻ തീറ്റല്ല, വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലിപ്പോൾ നമുക്ക് ആ 2 വാക്സിൻ കഴിഞ്ഞാൽ പിന്നെ വേറെ മറ്റ് മരുന്നുകളൊന്നും ഇല്ല. ബാക്കിയൊക്കെ തീറ്റകളാണ്. ഈ കോഴി വളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വേച്ച് കോഴി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് മൊത്തം വളം വാരി നമുക്ക് പുറമെ സെയിൽ ചെയ്യാം. അത് പറഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രാ വരുമാനമാണ്. അതായത് നമുക്ക് കറണ്ട് ബില്ല് ഇതിൽ നമ്മൾ അറക്കപ്പൊടി ഇടുന്നത്. അപ്പോൾ അറക്കപ്പൊടി ഇടുന്ന ആ അറക്കപ്പൊടിൻ്റെ പൈസ, കറണ്ട് ബില്ല്, അങ്ങനത്തെ പല കാര്യങ്ങൾക്ക് നമുക്ക് ആ പൈസ വിനിയോഗിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാലും നഷ്ടം ബാലൻസ് ചെയ്താൽ പോകാൻ പറ്റും. അതല്ല, ഇതൊരു 3000ആണ്. ഇത് 3000-ന്റെ തൊട്ട് താഴെ ഒരു ഫാം ഉണ്ട്. അതിൽ ഇതേ കോഴി തന്നെ നാളെ മറ്റന്നാൾ കോഴി പിടിക്കാനായിട്ടുണ്ട്. അതും അത് 4000-ന്റെ ഫാമാണ്. എത്ര ദിവസം കൊണ്ട് ഈ ഒരു വലിപ്പത്തിലെത്തും? ഇത് 38, ഇതിപ്പോ ഇന്നത്തെ 37 ദിവസമാണ്. 37 ദിവസമാണ്. 37 ദിവസത്തിന് നമുക്കൊരു 2200, 400-ന്റെ അടുത്ത് വരെ നമുക്ക് ആവറേജ് മൊത്തത്തിൽ, അതായത് പെടാ പോകാൻ മൊത്തത്തിൽ തൂക്കുമ്പോൾ അങ്ങനെ ഒരു 200-400-ന്റെ അടുത്ത് വരെ നമുക്ക് ഈ ഒരു വലിപ്പം വരുന്നത്. നമ്മളിപ്പോ ഒരു ടൈം നമ്മൾ ഇതിനെ വളർത്തി നമ്മൾ സെല്ല് ചെയ്ത് ആ ഒരു ടൈം എത്തുമ്പോഴേക്കും, ആ ഒരു പ്രായം എത്തുമ്പോഴേക്കും നമുക്ക് വരുന്നൊരു ശരാശരി വരുമാനം ഏകദേശം എത്ര രൂപ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും? നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു 10-40-45 ദിവസം കൊണ്ട് നമുക്ക് ഒരു 1-1.25 ലക്ഷം രൂപേൻ്റെ അടുത്ത് നമുക്ക് വരുമാനം വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ എല്ലാ വളമെല്ലത്തിൻ്റെ കാര്യം കൂടി വരുമ്പോൾ 1.5 ലക്ഷത്തിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ചെറിയ ചിലവും വരുന്നുണ്ട്. എങ്കിലും നമുക്കൊരു 1.5 ലക്ഷം രൂപേൻ്റെ അടുത്ത് നമുക്ക് മൊത്തത്തിലുള്ള ഒരു വരുമാനം നമുക്ക് ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഒരു 1.25 രൂപ. ചൂടുകാലത്തൊക്കെ വരുമ്പോ ഒരുപാട് സമ്മർദ്ദം ഉണ്ടാവില്ല, ഇപ്പൊ ചത്തുപോകുന്ന വിഷയങ്ങൾ, നേരത്തെ പറഞ്ഞ അറ്റാക്ക്, എങ്ങനെയാണ് അതിന് മാനേജ് ചെയ്യുന്നത്? ചൂടുകാലത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ചൂടുകാലത്ത് നമ്മൾ പരമാവധി എന്താ പറയുക, കോഴി ഒരുവിധം വലുതായി കഴിഞ്ഞാൽ അറ്റാക്ക് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇടയ്ക്ക് ഫാമിൽ കൂടെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഒന്ന് ഫ്രീ ആയിട്ട് നടക്കുക. അപ്പോൾ കോഴികൾ ഈ കിടക്കുന്ന അങ്ങോട്ട് ഒന്ന് ഇളകി മാറി കിടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കോഴിക്കൊരു ചെറിയ കാറ്റോട്ട് കിട്ടുമ്പോൾ കോഴിക്ക് ചെറിയൊരു ചാവൽ നിന്ന്, മൊത്തത്തിലില്ലെങ്കിൽ ചെറിയൊരു ചാവൽ നിന്ന്, കാലാവസ്ഥയാണ് കോഴിക്ക് ഏറ്റവും ബെറ്റർ. അതായത് നല്ല ചൂട് കാലാവസ്ഥയാണെങ്കിൽ കോഴി എങ്ങനെയായാലും അറ്റാക്ക് വന്ന് ചാവുകയും ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പരമാവധി നല്ലൊരു ഇതേപോലത്തെ ഒരു കാർമേഘമോ മഴക്കാറോ ഉള്ള കാലാവസ്ഥയാണ് കോഴിക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടാനുള്ളൊരു സംഭവമാണ്. ഇതിപ്പോൾ ഒരു കോഴിക്ക് 1 സ്ക്വയർ ഫീറ്റ് എന്ന രീതിയിലാണ്. അപ്പോൾ അത് 3000 സ്ക്വയർ ഫീറ്റ് നിലവിലുണ്ട്. 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഒരു സ്ക്വയർ ഫീറ്റ് ആണ് ഒരു കോഴിക്ക് പറയുന്നത്. 3000 കോഴി വരെ നമുക്ക് ഇടാം. ഈ കുട്ടികള്, അതായത് കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് എത്ര ദിവസം പ്രായമുള്ള കോഴി കുഞ്ഞുങ്ങളെയാണ് ഇതിനു വേണ്ടി വെക്കുന്നത്?
കോഴിക്കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഡെലിവറി ഇറങ്ങുന്ന കുഞ്ഞാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം ഇറങ്ങുകയാണെങ്കിൽ വൈകുന്നേരം ഒരു 5 മണിക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊരു 8 മണി 9 മണി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വാക്സിൻ അവിടെ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ കുഞ്ഞ് 8 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എത്തും. ഒറ്റ ദിവസത്തെ, അതായത് ഇന്ന് കുഞ്ഞായ ഇന്ന് തന്നെയുള്ള കുഞ്ഞാണ് നമ്മളെ ഇവിടെ എത്തുന്നത്. അപ്പോൾ ഒരു കോഴിക്കുഞ്ഞിന് വരുന്ന ചെലവ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന് പറഞ്ഞാൽ സീസൺ അനുസരിച്ചാണ്. ഇപ്പൊ ഒരു സീസൺ അനുസരിച്ച് പറഞ്ഞാൽ ഒരു കോഴിക്കുഞ്ഞിന് 28 മുതൽ 45 രൂപ വരെ കോഴിക്ക് റേറ്റ് ഉണ്ട്. ഒരേ എന്താ പറയുക, കോഴിക്ക് എന്ന് പറഞ്ഞാൽ ദിവസം കൂടുന്നതോറും മാർക്കറ്റ് കൂടെ വാല്യുവേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. നമ്മൾ വലിയ കോഴിക്ക് ഇറച്ചിക്ക് മാർക്കറ്റ് വരുന്നതനുസരിച്ച് കുഞ്ഞിന് അതിനനുസരിച്ച് വാല്യുവേഷൻ വരും. 28 കിട്ടും. അപ്പോൾ നാളെ പോയാൽ ചിലപ്പോൾ 35 കിട്ടുക, പിന്നെ മറ്റന്നാൾ പോയാൽ 45 അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വരെ വാല്യുവേഷൻ ഉണ്ടാവും. അതിനനുസരിച്ച് അതല്ല, നമുക്ക് അങ്ങനെ നമ്മൾ നേരെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റൂല. നമ്മളെ ഫാം ക്ലിയർ ആയി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ഇവിടെ ഇറക്കാൻ പറ്റുള്ളൂ. ഇത് അറക്കപ്പൊടിയാണ്. സാധാരണ ഒരുവിധം എല്ലാവരും കാപ്പിത്തൊണ്ട് പിന്നെ ചകിരിച്ചോറ് അങ്ങനത്തെ ഒക്കെ ഇടുന്നത്. ഞാൻ അറക്കപ്പൊടിയാണ്. നമുക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവിടെ വന്ന് ഇറക്കി തരും. അപ്പോൾ ഇറക്കി തരുന്നത് കൊണ്ട് നമുക്ക് വേറെ മറ്റുള്ള കാര്യത്തിന് പോകണ്ട, അവിടെ ഇറക്കി തന്ന് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ. കാപ്പിത്തൊണ്ടിൻ്റെ ആണ് ഒരു ഇതാളൊക്കെ ഇടുന്നത്. കാപ്പിത്തൊണ്ടിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വളത്തിൻ്റെ ഡിമാൻഡും ഉണ്ട്, എന്നാൽ കുറച്ച് പൈസ ആയിട്ട് നമുക്ക് കൂടുതലും കിട്ടും. പക്ഷേ ഞാൻ അറക്കപ്പൊടി ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് പോയി അവിടെ ശേഖരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്കിവിടെ സ്പോട്ടിലെത്തും എന്ന രീതിയിൽ ഇത് അറക്കപ്പൊടി. തീറ്റ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. കേരളത്തിൻ്റെ ഫാക്ടറി ഇല്ല. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഡയറക്റ്റ് വരികയാണ്, ഇങ്ങോട്ട് ലോഡ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചോളത്തിൻ്റെയും കമ്പത്തിൻ്റെ ഒക്കെ ഇത് കാണാൻ എൻ്റെ നല്ല സ്മെല്ലും ഉണ്ടാകാറുണ്ട്. പക്ഷെ മറ്റു കെമിക്കൽ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടല്ല എന്തൊക്കെയാണ് ചേർക്കുന്നത് നമുക്ക് വ്യക്തമല്ല. നമ്മളെന്ന് പറഞ്ഞാൽ ഒരു 10-20 ദിവസം ആകുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുള്ള സമയത്ത് ഫുൾ ടൈം തീറ്റ കൊടുക്കും. അപ്പം അത് കഴിഞ്ഞാൽ ഒരു 20 ദിവസം ആകുമ്പോൾ നമ്മുടെ കാലാവസ്ഥ ചൂടാകുമ്പോൾ ഈ കോഴികൾക്ക് പെട്ടെന്ന് അറ്റാക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തീറ്റയും ഇതും കൂടെ ആയതുകൊണ്ട് ചൂടും കൂടെ ആകുമ്പോൾ അറ്റാക്ക് വരാൻ സാധ്യത. വൈകുന്നേരം ഒരു 4 മണി 5 മണിക്ക് ശേഷമാണ് വൈകുന്നേരം തീറ്റ, വെയിലത് ആറിയതിനു ശേഷം വൈകുന്നേരം തീറ്റ കൊടുക്കാറ്. സാധാരണ അങ്ങനെ കൊടുക്കാറ് മൊത്തത്തിൽ. വെള്ളം റെഗുലറായിട്ട് കണ്ടിന്യൂ ഓട്ടോമാറ്റിക്കലി വെള്ളം തീരുന്നതനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. ആ വെള്ളം കണ്ടിന്യൂ ആയി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് റെഗുലറായിട്ട്. ഇല്ലല്ല, വേനൽക്കാലത്തൊന്നുമില്ല. വെള്ളത്തിലിപ്പോൾ നമ്മളെന്താ പറയുക, വെള്ളത്തിന് ഒരു ശുദ്ധീകരിക്കാനുള്ള ഒരു ഗുളി വരുന്നുണ്ട്. അതായത് ഈ മഴക്കാലത്ത് ഈ കുത്തിയൊലിച്ച് വരുന്നത് ചെമ്പറവ അങ്ങനത്തെ വേറെ വരുന്നതിന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ശുദ്ധീകരിക്കാൻ ഒരു ടാബ്ലറ്റ് മാത്രം വെള്ളത്തിലിടുന്നുണ്ട്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വെള്ളത്തിലൊന്നുമില്ല. കുറച്ച് ഇതിന് മെയിൻറ്റെയിൻ ചെയ്താൽ പരമാവധി നമുക്ക് പറ്റുന്ന ദിവസമെല്ലാം ഇത് ഇളക്കി വൃത്തിയായി കഴിഞ്ഞ ഒരു സ്മെല്ലോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമുക്ക് വൃത്തിയായിട്ട് ഫാം കൊണ്ട് നടക്കുകയും ചെയ്യാം. അതുപോലെ കോഴികൾക്ക് ഈ അസുഖങ്ങൾ വരുന്നത് അധികം വെള്ളത്തിലൂടെയാണ്. അപ്പോൾ വെള്ളപ്പാത്രം നമ്മൾ പരമാവധി ഒരേ ദിവസം കൂടുന്നവർ പരമാവധി കഴുകുക. അങ്ങനെ ഓരോ വൃത്തിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ അപ്പോൾ ഈ ഫാം കണ്ടാലും എല്ലാവരും പിടിക്കാനായിരുന്നു നല്ല സ്മെല്ല്. കോഴി ഫാമാന്ന് പോലും പറയില്ല. സ്മെല്ല് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മൾ അത്രയും മെയിൻറ്റെയിൻ ചെയ്താണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കാരണം എന്താ വെച്ചാൽ 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴി തിങ്ങുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ വരാത്തത് കൊണ്ട് അത്രയും പരിചരണം ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഇളക്കാനുള്ളൊരു മെഷീൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മെഷീൻ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് കുഴപ്പമില്ലാണ്ട് മറ്റുള്ളവർക്ക് പരാതികളൊന്നും ഇല്ലാതെ നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് ചെയ്യണമെങ്കിൽ പഞ്ചായത്തിന്റെ ലൈസൻസ് വേണം, പൊല്യൂഷൻ വേണം, അതുപോലെ വേസ്റ്റ് കുഴി അങ്ങനത്തെ പൊല്യൂഷൻ ഒക്കെ വരുമ്പോൾ വേസ്റ്റ് കുഴി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണം. അതുപോലെ നമ്മളെ ഇത് കിട്ടണ തന്നെ നമ്മളെ വെള്ളം ശുദ്ധീകരിക്കാൻ കൊടുത്ത് അതിന്റെ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പൊല്യൂഷൻ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ പിന്നെ ഒരു 100 മീറ്റർ പരിധിയിൽ നമുക്ക് വീടുകൾ പാടില്ല എന്നാണ് ഇത് പറയുന്നത്. അങ്ങനെ ഒരു ചട്ടമുണ്ട്. അല്ലെങ്കിൽ സർക്കാരിന്റെ സപ്പോർട്ടുകൾ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ സപ്പോർട്ടുകളൊക്കെ ഉണ്ട്. സാധാരണ ആളുകൾ പറയുന്നത് ഈ ഹോർമോണുകൾ വെക്കുന്നുണ്ടെന്നുള്ളതിലൊക്കെ എന്തെങ്കിലും അടിസ്ഥാനമായിട്ട് കർഷകൻ എന്നുള്ള രീതിയിൽ താങ്കളുടെ അഭിപ്രായം?
ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ ഞാൻ ഹോർമോൺ എന്ന് പറഞ്ഞ സാധനം കുത്തി വെച്ചിട്ടില്ല. ഹോർമോണിന്റെ ഒരു സംഭവം നേരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫുൾ തീറ്റ വെള്ളം മാത്രമാണ് ഇതിന് ഇത് കൊടുക്കാറുള്ളത്. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ചുമ വരുമ്പോൾ അതിനുള്ള ഒന്ന് രണ്ടില്ല മരുന്ന് സ്പ്രേ അടിക്കുക, അല്ലെങ്കിൽ അതിന് കുടിക്കാനുള്ള ചുമ. അതായത് ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മഞ്ഞ് മാസം കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് കോഴിക്ക് ചുമ വരും. അപ്പൊ അതിനുള്ള കുറെ പ്രതിരോധ മരുന്ന് ചെയ്യാന്നല്ലാതെ അതായത് പുറമെ നമ്മൾ കേൾക്കുന്ന കാര്യമുള്ള ഹോർമോൺ അങ്ങനത്തെ സാധനങ്ങളൊന്നും എന്നെ കൊടുത്തിട്ടുമില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇതിനെപ്പറ്റി അറിയാഞ്ഞിട്ടാണ്. എന്താ കാരണം വെച്ചാൽ 10-40 ദിവസം കൊണ്ട് കോഴി 2-2.5 കിലോ ആവണമെങ്കിൽ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നേരെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല.